എനിക്കിത് അംഗീകരിക്കാൻ പറ്റില്ല. ഞാൻ കുറച്ച് പഴഞ്ചനാണെന്ന് നീ വിചാരിച്ചോ, എന്നാലും എനിക്കതൊരു കുഴപ്പമില്ല. എന്നാ നീ പറയണത് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഒരു ബെസ്റ്റ് ഇല്ലാതെ എങ്ങനെ ജീവിക്കുക? എനിക്ക് പുറത്തു പോകാനും പുറത്തു പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പറയാനൊക്കെ ഒരാൾ വേണ്ടേ? പോ. നിനക്ക് പുറത്തു പോകാൻ ഞാനില്ലേ? നിനക്ക് പുറത്തു പറയാൻ പറ്റാത്ത കാര്യങ്ങൾ എന്നോട് പറഞ്ഞൂടെ? അല്ല, ഇതിന് മാത്രം പുറത്തു പറയാൻ പറ്റാത്ത എന്ത് കാര്യം നിനക്കുള്ളത്? നിനക്കെന്താ വല്ല പൈൽസിന്റെ അസുഖമുണ്ടോ? അത് അവനെന്താ വല്ല പൈൽസിന്റെ ഡോക്ടറെ മറ്റാണോ? ഇതേ മനു, നീ എൻ്റെ ശരിക്കുള്ള സ്വഭാവം പുറത്തെടുപ്പിക്കരുത്. എനിക്ക് സിനിമയ്ക്ക് പോകാനോ പർച്ചേസിന് പോകാനോ എന്തിനേലും നിന്നെ കിട്ടാറുണ്ടോ? നിന്റെ വർക്ക്, ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങല് എല്ലാം കഴിഞ്ഞിട്ട് നിനക്ക് എപ്പോഴാ സമയം? അല്ല, ഈ പറഞ്ഞ അവന് ഇങ്ങനത്തെ പണിയൊന്നുമില്ലേ? ഇനി അവൻ വല്ല AI റോബോട്ടോ മറ്റാണോ? അവൻ AI ആണോ ഏലിയൻ ആണോ എന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ ആവശ്യത്തിന് അവനെ കിട്ടാറുള്ളൂ. എൻ്റെ വീട്ടിലൊരു പ്ലംബറെ വേണം പറഞ്ഞിട്ട് നീ കൊണ്ടുവന്നു. പോട്ടെ, ഒരു ഇലക്ട്രീഷ്യൻ വേണം പറഞ്ഞിട്ട് നീ കൊണ്ടുവന്നോ? ഇനിയിപ്പോ അതിന്റെ ഒരു കുറവുള്ളൂ. എടി, പമ്പളമാരെ ഇലക്ട്രീഷ്യന്മാരെ അത്ര വെടിപ്പല്ല. ഞാൻ ഈ പമ്പറൂരൊക്കെ പണിക്ക് പോയിട്ടുള്ള. എന്ത്? അല്ല, പ്ലംബറൂരൊക്കെ പണിക്ക് പോയിട്ടുള്ളതാണ്. എന്നാ പിന്നെ നിനക്ക് ഈ പണിയൊക്കെ വീട്ടിലൊന്നും എടുത്തൊന്നൂടെ? എടി, എനിക്ക് വേർപ്പിന്റെ അസുഖങ്ങളല്ലേ, ഞാൻ അങ്ങനെ പണിക്കൊന്നും പോകാറില്ല. എന്റെ നാട്ടിലൊരു ജോണി ചേട്ടനുണ്ട്. നാട്ടിലെ പ്ലംബിളും ഇലക്ട്രീഷ്യനൊക്കെ അയാളാണ്. പക്ഷെ അയാൾക്കാണെങ്കിൽ മുടിഞ്ഞ തിരക്ക്. നാട്ടിലെ ചേച്ചിമാർക്കൊക്കെ അയാളെ മതി. എന്നാ നീയും ജോണി ചേട്ടനൊക്കെ അവിടെ ഇരുന്ന്. എൻ്റെ വീട്ടിലെ ഇലക്ട്രീഷ്യനും പ്ലംബറൊക്കെ പതിനാ. എടി, നിന്റെ അമ്മയല്ലേ ഇരിക്കുന്നത്?